നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പിടിമുറുക്കാൻ തന്നെയാണ് BJP ഇക്കുറി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ കേരളത്തിൻ്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുമ്പോൾ ഇക്കുറി താമര വിരിയിക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് BJPയുടെയും NDAയുടെയും നീക്കം. എക്സിറ്റ് പോൾ സർവേകൾ BJP ക്യാമ്പിൽ NDA ക്യാമ്പിൽ നൽകിയ ആവേശം ചില്ലറയല്ല. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ന്യൂസ് 18 എക്സിറ്റ് പോൾ സർവേ പറയുന്നത് 2 സീറ്റ് മിനിമം കേരളത്തിൽ BJP NDA സഖ്യം നേടുമെന്നാണ്. BJPയുടെ ദേശീയ നേതൃത്വം അവകാശപ്പെടുന്നത് 2 അക്ക സീറ്റാണ്. അല്ലെങ്കിൽ തന്നെ വലിയ വിജയമാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. A ക്ലാസ് മണ്ഡലങ്ങളായി 5ഓ 6ഓ മണ്ഡലങ്ങളെ BJP കേന്ദ്ര നേതൃത്വം കേരളത്തിൽ കണക്കാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ അടിയൊഴുക്കുകൾ ഇത്തവണ കേരളത്തിൽ ഉണ്ടാകുമെന്ന് BJP കണക്കുകൂട്ടുന്നത്. ഓരോ മണ്ഡലങ്ങളിലേക്കും പ്രത്യേകം കേന്ദ്ര നേതാക്കളെ ഇതിനകം തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരമാവധി A ക്ലാസ് മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തും. കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലം, അതുപോലെ ഇന്ന് പ്രധാനമന്ത്രി എത്തിയ പത്തനംതിട്ട, അതുപോലെ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂർ, പാലക്കാട്, കാസർഗോഡ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി എത്താനുള്ള സാധ്യതയുണ്ട്. നിരവധി മണ്ഡലങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തും. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയെത്തും. രാജ്നാഥ് സിംഗ് അടക്കമുള്ള താരപ്രഭയുള്ള BJPയുടെ കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര നേതാക്കളും അടക്കമുള്ളവർ കേരളത്തിലെ ഒട്ടുമിക്ക ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രചരണത്തിനെത്തും. കേരളത്തിൽ ഇക്കുറി വലിയ പദ്ധതികളാണ്, വലിയ തന്ത്രങ്ങളാണ് BJP ഒരുക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് പത്തനംതിട്ടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ വിഷയം ഉയർത്തിവിട്ടു. കേരളത്തിലെ ക്രൈസ്തവ സഭ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിനെ ഒറ്റപ്പെടുത്തുന്ന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നയം, ഇതിനെയാണ് പ്രധാനമന്ത്രി വിമർശിച്ചത്. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ തുടർക്കഥയാകുന്നു. കേരളത്തിലെ CPMും കോൺഗ്രസും അങ്ങ് വടക്കോട്ട് നോക്കിയിരിക്കുകയാണ്, മണിപ്പൂരിലും മിസോറാമിലും എന്ത് നടക്കുന്നു എന്ന്. എന്നാൽ സ്വന്തം സംസ്ഥാനത്ത് ക്രൈസ്തവ വിഭാഗങ്ങളിലെ ആളുകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി തന്നെ പറയുകയാണ്. പൂഞ്ഞാർ സംഭവം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. പൂഞ്ഞാറിൽ ക്രൈസ്തവ ദേവാലയത്തിനുള്ളിലേക്ക് കടന്നു കയറി അവിടുത്തെ വികാരിയെ മർദ്ദിച്ച ഒരു പറ്റം ചെറുപ്പക്കാരുടെ നടപടി. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു അതിൽ പ്രതികളായവർ. പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 27 പേരെ പോലീസ് ഇതിൽ അറസ്റ്റ് ചെയ്തു. കാരണം വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. സ്വന്തം ആരാധനാലയത്തിനുള്ളിൽ പോലും ഒരു ക്രൈസ്തവ പുരോഹിതന് സുരക്ഷിതമായി പ്രാർത്ഥന നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് കേരളത്തിലെന്ന് രാജ്യം മുഴുവൻ അറിഞ്ഞു. ഇതാണ് പ്രധാനമന്ത്രി ഇന്ന് ഉയർത്തിവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോഴല്ല, കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിടപെട്ടാണ് പരിഹരിച്ചിട്ടുള്ളത്. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം അനുഭവിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. സർക്കാരിൽ നിന്ന് വലിയ അവഗണനയാണ് ക്രൈസ്തവ വിഭാഗം നേരിടുന്നത്. നമുക്കറിയാം, മാസങ്ങൾക്ക് മുൻപാണ് ക്രൈസ്തവ സഭയുടെ, കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ഒരു എഡിറ്റോറിയൽ തന്നെ എഴുതിയത്. അങ്ങകലെ പാലസ്തീനും ഹമാസും, അങ്ങകലെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഹമാസിന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന കേരളത്തിലെ സർക്കാർ, അതിനുവേണ്ടി മത്സരിക്കുന്ന പ്രതിപക്ഷം, ഹമാസിനെ ആരാണ് കൂടുതൽ പ്രീണിപ്പിക്കുന്നത് എന്നതിൽ ഇടതു വലതു മുന്നണികൾ കേരളത്തിൽ മത്സരിക്കുകയാണ്. ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നു, കിലോമീറ്ററുകൾക്കകലെയുള്ള ഹമാസിന് വേണ്ടി ഒഴുക്കുന്ന കണ്ണീരിൻ്റെ ഒരംശമെങ്കിലും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒഴുക്കൂ. ഇവിടെ പട്ടിണിയും ദുരിതവും ദാരിദ്ര്യവുമാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ അനുഭവിക്കുന്നത്. അവരുടെ കണ്ണീരൊപ്പാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതുണ്ടാകുന്നില്ല. ഇക്കാര്യത്തിൽ സത്വരമായി ഇടപെടേണ്ട പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്താണ്? പ്രതിപക്ഷം ഭരണപക്ഷം കുഴിച്ച കുഴിയിൽ ചാടിപ്പോയി, അവരുടെ തന്ത്രങ്ങളിൽ വീണുപോയി. ഭരണപക്ഷത്തെക്കാൾ വലിയ ഹമാസിൻ്റെ പ്രീണകർ ഞങ്ങളാണ് എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയിലാണ് കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും. ഏതെങ്കിലും ഒരു സമുദായം മാത്രമല്ല, അല്ലെങ്കിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ മുസ്ലിം സമുദായം മാത്രമല്ല യാതന അനുഭവിക്കുന്നത്,
അവിടെ ജൂതരുണ്ട്, ക്രൈസ്തവരുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭരണകൂടവും പ്രതിപക്ഷവും ക്രൈസ്തവരുടെ വേദന കാണാത്തത്? ദീപിക പത്രമെഴുത്ത് ചോദ്യം കത്തോലിക്ക സഭയുടെ ചോദ്യമായിരുന്നു, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ചോദ്യമാണ്. ആ ചോദ്യം ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. അതിനുശേഷമാണ് പൂഞ്ഞാറിലെ സംഭവം. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയായ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കെതിരെ എന്തുമാത്രം വലിയ വിമർശനങ്ങളാണ്, അധിക്ഷേപങ്ങളാണ് ഉണ്ടായത്. എന്തിനു വേണ്ടി? തൃശ്ശൂരിലെ ലൂർദ് ഫെറോന പള്ളിയിലെ മാതാവിന് ഒരു സ്വർണ്ണ കിരീടം സമർപ്പിച്ചു. ആ സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് തൻ്റെ വ്യക്തിപരമായ ആഗ്രഹമാണെന്നും മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് തൻ്റെ ഒരു നേർച്ചയാണ് അതെന്നും സുരേഷ് ഗോപി പലതവണ പറഞ്ഞതാണ്. എന്നിട്ടും ലൂർദ് ഫെറോന പള്ളിയെയും അവിടുത്തെ മാതാവിനെയും മാതാവിന് സമർപ്പിച്ച ആ സ്വർണ്ണ കിരീടത്തെയും വരെ തെരുവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിച്ചിഴച്ചു. പ്രത്യേകിച്ച് ഇടതുപക്ഷം, കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെ. എന്തിനു വേണ്ടിയായിരുന്നു അത്? അപ്പോൾ ക്രൈസ്തവ സഭയെ തെരുവിൽ വലിച്ചിഴച്ചാലും, ക്രൈസ്തവ ആരാധനാലയത്തെ തെരുവിൽ വലിച്ചിഴച്ചാലും, ക്രൈസ്തവ ആരാധനാമൂർത്തികളെ തെരുവിൽ അലക്കിയാലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് കൃത്യമായ ഒരു ധാരണയുണ്ട്. ഈ ധാരണയാണ് ഏറ്റവും പ്രധാനമായി തിരുത്തേണ്ടത്. അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, കേരളത്തിൽ ക്രൈസ്തവർക്ക് നേരെ വലിയ അവഹേളനങ്ങൾ നടക്കുന്നു, വലിയ അതിക്രമങ്ങൾ നടക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾക്കിരയാകുന്ന ഒരു മതവിഭാഗം ക്രൈസ്തവരാണ്. ആ ക്രൈസ്തവരെ ചേർത്ത് നിർത്തുന്നത് BJP ആണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേരളത്തിലെ ക്രൈസ്തവരുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള വലിയ പ്രയത്നങ്ങൾ BJP ആരംഭിച്ചിരുന്നു. തൃശ്ശൂരിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്ന് മനസ്സിലായ ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെയും CPMന്റെയും ഭാഗത്ത് നിന്ന് അതിനിശിതമായ, ഒരിക്കലും പാടില്ലാത്ത തരത്തിലുള്ള വിമർശനങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്നത്. സുരേഷ് ഗോപിയെ രാഷ്ട്രീയപരമായി നിങ്ങൾ വിമർശിച്ചോളൂ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ വിമർശിച്ചോളൂ. എന്നാൽ എന്തിനാണ് ഒരു മതവിഭാഗത്തിനെ തെരഞ്ഞെടുപ്പിൽ വലിച്ചിഴയ്ക്കുന്നത്? സുരേഷ് ഗോപിയുടെ വിശ്വാസത്തെ നിങ്ങൾ അംഗീകരിക്കേണ്ട, അവഹേളിക്കരുത്. ഒടുവിൽ ഇതിന് പിന്നിലുള്ള ആപത്ത് മനസ്സിലാക്കി അവിടുത്തെ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തന്നെ രംഗത്ത് വന്ന് ഇതിനെ ഒന്ന് തണുപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ വിശ്വാസത്തെ അംഗീകരിക്കുന്നു, ഒരാളുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ മറ്റൊരാൾക്ക് അവകാശമില്ല. സുരേഷ് ഗോപി വിശ്വാസമുള്ളത് കാണിക്കായി സമർപ്പിച്ചു, അതിനെ അവിടെ വിടുക, അതിനെ രാഷ്ട്രീയ പ്രചരണമാക്കരുത്. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ വിഭാഗത്തിനെ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗങ്ങളെ ആർക്ക് വേണമെങ്കിലും തെരുവിൽ വലിച്ചിഴയ്ക്കാം, തെരുവിലേക്ക് വലിച്ചിഴയ്ക്കാം. അവരെ എവിടെയും എടുത്ത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാം. അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. നിരവധി അനുഭവങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് പത്തനംതിട്ടയിൽ പറഞ്ഞു വെച്ചത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ്. കേരളത്തിലെ ക്രൈസ്തവ ജനത അനുഭവിക്കുന്ന ഒരു സാഹചര്യം, കേരളത്തിലെ ക്രൈസ്തവ ജനത അനുഭവിക്കുന്ന ഈ ഒരു ദുരവസ്ഥ, ആ ദുരവസ്ഥയെക്കുറിച്ച് കേരളത്തിലെ ഓരോ ക്രിസ്ത്യാനികളും ചിന്തിക്കണം. എവിടെ നിന്നാണ് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നത്? എവിടെയാണ് നിങ്ങൾക്കിനി പ്രതീക്ഷയുള്ളത്? നിങ്ങൾ ഈ പോക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ആരാധനാലയത്തിൽ പോലും പ്രവേശിക്കാനോ അല്ലെങ്കിൽ ആരാധന നടത്താനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് പൂഞ്ഞാറ് തെളിയിച്ചതാണ്. എന്തായാലും പ്രധാനമന്ത്രി ഉയർത്തിവിട്ടത് വലിയൊരു വിവാദ കൊടുങ്കാറ്റ് തന്നെയാണ്.